കൊച്ചുകുട്ടികളല്ലേ, അവർ കമ്പനി കൂടും, സംസാരിക്കും, ചിലപ്പോൾ പുകവലിക്കും. കേരളത്തിന്റെ സാംസ്കാരിക മന്ത്രിയാണ് ആപത്കരമായൊരു സംസ്കാരത്തെ നിസ്സാരവൽക്കരിച്ചിരിക്കുന്നത്. കഞ്ചാവ് ഉപയോഗിച്ചതിന്റെ പേരിൽ പാർട്ടി MLAയുടെ മകനെതിരെ കേസെടുത്തതാണ് മന്ത്രിയെ പ്രകോപിപ്പിച്ചത്. ഇത്തരം കൊച്ചുകുട്ടികൾ അവരുടെ തന്നെ ആയുസ്സിനും കുടുംബത്തിന്റെയും സമൂഹത്തിന്റെയും സമാധാനത്തിനും ഭീഷണിയായിരിക്കുന്ന കാലത്ത് ഈ വാക്കുകൾ വമിപ്പിക്കുന്നത് വിഷപ്പുകയാണ്. പക്ഷേ മാധ്യമങ്ങൾ തന്റെ വാക്കുകളെ വളച്ചൊടിച്ചെന്നും പാർട്ടിയിലെ ഒരു MLA വേട്ടയാടപ്പെടുമ്പോൾ നോക്കി നിൽക്കാനാകില്ലെന്ന് പറഞ്ഞ് അദ്ദേഹം വീണ്ടും ന്യായീകരണം നടത്തി. പ്രതികൾ പാർട്ടിക്കാരാണെങ്കിൽ കാഴ്ചക്കാരാകാതെ സംരക്ഷകരാകുന്ന നിലപാട് ഇത് നാടിന് ശിക്ഷയാണ്. പ്രതിഭ MLAയുടെ മകൻ കഞ്ചാവ് കേസിൽ പ്രതിയായ വാർത്ത പുറത്തു വന്നതോടെ മാധ്യമങ്ങൾക്കെതിരെ MLA രോഷാകുലയായി പ്രതികരിക്കുകയും കേസെടുത്ത എക്സൈസിനെതിരെ സാംസ്കാരിക മന്ത്രി സജി ചെറിയാൻ പ്രതികരിക്കുകയും ചെയ്തതാണ് വിവാദമായത്. മന്ത്രിയുടെ ചില പരാമർശങ്ങൾ കൂടി പറയാം. വലിച്ചത് ശരിയാണെന്നല്ല, ചെയ്തിട്ടുണ്ടെങ്കിൽ തെറ്റ്. പക്ഷെ ഇത് വലിയൊരു മഹാപരാധമാണോ? ഞാനും വല്ലപ്പോഴും ഒരു സിഗരറ്റ് വലിക്കാറുണ്ട്. MT വാസുദേവൻ നായർ കെട്ടുകണക്കിന് ബീഡി വലിക്കാറുണ്ട്. പുക വലിച്ചതിന് എന്തിനാണ് ജാമ്യമില്ലാ വകുപ്പിടുന്നത്? കുട്ടികൾ കേസുകളിൽ പെടുമ്പോൾ നിസ്സഹായരായി തലകുനിച്ച് നിൽക്കുന്നവരാണ് മാതാപിതാക്കൾ. അതിന് മന്ത്രിയെന്നോ MLA എന്നോ സാധാരണക്കാരെന്നോ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ MLAയുടെ കാര്യത്തിലെ മന്ത്രിക്ക് വിഷമമുള്ളൂ. MLA ആശ്വസിപ്പിക്കാനും പിന്തുണയ്ക്കാനും സജി ചെറിയാൻ അവകാശമുണ്ട്. പക്ഷെ കുറ്റക്കാരെ ന്യായീകരിക്കാൻ കുറ്റത്തെ നിസ്സാരവൽക്കരിച്ചതാണ് ഇവിടുത്തെ കുറ്റം. ചില സംസ്ഥാനങ്ങളിൽ 21 വയസ്സും രാജ്യവ്യാപകമായി 18 വയസ്സും പുകവലിക്കുന്നതിന് പ്രായപരിധിയുള്ള രാജ്യത്ത് അതിന് വിപരീതമായി പ്രസ്താവന നടത്തുന്നത് ഉത്തരവാദിത്തമില്ലായ്മ മാത്രമല്ല, കുറ്റവും കുറ്റകൃത്യത്തെ പ്രോത്സാഹിപ്പിക്കലുമാണ്. അതും കുട്ടികളിൽ നിന്ന് പിടിച്ചത് പുകയിലയല്ല, ചെറിയ അളവിലാണെങ്കിലും കഞ്ചാവാണെന്നിരിക്കെ. മന്ത്രിയുടെ പ്രതികരണത്തിന് പിന്നാലെ ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ PK ജയരാജന് സ്ഥലമാറ്റമുണ്ടായി. ഇത് പ്രമോഷന്റെ അടിസ്ഥാനത്തിലാണെന്ന് മന്ത്രി MB രാജേഷ് വിശദീകരിച്ചിട്ടുണ്ട്. അത് ശരിയായിരിക്കാം. പക്ഷേ ആലപ്പുഴയുടെ തെക്കൻ മേഖലയിലെ ബിനാമി കള്ളുഷാപ്പുകൾക്കെതിരെയും സ്പിരിറ്റ് കടത്തിനെതിരെയും കർശന നടപടി സ്വീകരിച്ചതിലൂടെ ഉന്നതർക്ക് അനഭിമതനായ കൊല്ലം സ്വദേശിയായ ഉദ്യോഗസ്ഥനെ വിരമിക്കാൻ 5 മാസം ശേഷിക്കെ മലപ്പുറത്തേക്ക് മാറ്റിയതാണ് സംശയത്തിനിടയാക്കിയത്. ആശ്രിതരെ ചേർത്ത് നിർത്തുന്നതും അനഭിമതരെ കൈകാര്യം ചെയ്യുന്നതുമായ രാഷ്ട്രീയം കേരളത്തിന് അത്ര പരിചയമില്ലാത്ത അല്ലല്ലോ. മന്ത്രി സജി ചെറിയാൻ പുകവലിക്കുന്നത് കൊണ്ട് പുകവലി മഹത്തരമാകില്ല. അതുപോലെ പുകവലിയെ നിസ്സാരവൽക്കരിക്കാൻ അദ്ദേഹം MTയെ കൂട്ടുപിടിച്ചതും അപലപനീയമാണ്. MTയുടെ മഹത്വം അദ്ദേഹത്തിന്റെ എഴുത്തിന്റെ പ്രതിഭയിലാണ്, പുകവലിയിലല്ല. ഇത്തരം താരതമ്യങ്ങൾ കുബുദ്ധിയാണ്. കഴിഞ്ഞ മെയ്യിലെ കണക്കനുസരിച്ച് 1140 സ്കൂളുകളിൽ ലഹരി ഇടപാട് എക്സൈസ് വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. കോളേജ് വിദ്യാർത്ഥികളിൽ 31.8% ലഹരി ഉപയോഗിക്കുന്നു. ഇപ്പോഴതിന് ആൺപെൺ ഭേദവുമില്ല. 79% കൗമാരക്കാർ ആദ്യം ലഹരി ഉപയോഗിച്ചത് സുഹൃത്തുക്കൾ വഴിയാണ്. നാർക്കോട്ടിക് ഡ്രഗ്സ് ആൻഡ് സൈക്കോട്രോപിക് സബ്സ്റ്റൻസ് ആക്ട് പ്രകാരം 2024 ജനുവരി മുതൽ ഡിസംബർ 18 വരെ 7830 കേസുകളാണ് രജിസ്റ്റർ ചെയ്തത്. 7617 പേരെ അറസ്റ്റ് ചെയ്തു. മയക്കുമരുന്നിന് അടിമകളായ കുട്ടികൾ ഏത് കുറ്റകൃത്യത്തിനും അറപ്പില്ലാത്തവരാണ്. മയക്കുമരുന്ന് കൊടുത്ത് ലൈംഗിക ചൂഷണം നടത്തുന്ന കേസുകളുമുണ്ട്. സംഭവം നിസ്സാരമല്ല. ഇക്കഴിഞ്ഞ പുതുവത്സര രാത്രി തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് യുവാവിനെ കുത്തിക്കൊന്ന കേസിലെ പ്രതികളായ 14-16 വയസ്സുള്ള വിദ്യാർത്ഥികൾ ലഹരി അടിമകളായിരുന്നു. സർക്കാരിന്റെ കൊട്ടിഘോഷിച്ച എല്ലാ നടപടികളെയും മറികടന്ന് മയക്കുമരുന്ന് നാടാകെ വ്യാപിക്കുകയാണ്. സർക്കാരും പ്രതിപക്ഷവും മാധ്യമങ്ങളും പൊതുസമൂഹവും ഒക്കെ ഒന്നിച്ചു നിന്നാലേ മയക്കുമരുന്ന് വ്യാപനത്തെ ചെറുക്കാനാകും. ബഹുമാനപ്പെട്ട നേതാക്കളെ, മയക്കുമരുന്നിന്റെ കാര്യത്തിലെങ്കിലും നിങ്ങൾ രാഷ്ട്രീയവും മതവും കലർത്തരുത്. ഏത് രാജാവിന്റെ മകനാണെങ്കിലും നാർക്കോട്ടിക്സ് ഈസ് എ ഡേർട്ടി ബിസിനസ്.